അയാളെ ഓടി വന്ന് എൻ്റെ ഫോണും തട്ടിപ്പറിച്ചിട്ട് എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവം അയാൾ ഉപദ്രവിച്ചു. അയാൾ കിട്ടിയ അവസരം മുതലാക്കി എന്നെ മോശമായിട്ട് പെരുമാറി കയറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എന്നെ ഉപദ്രവിച്ചതിന് ശേഷമാണ്. അതുവരെ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ പോലീസിനെ വിളിയെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു RTO ആവശ്യത്തിനായിട്ട് ഞാനിവിടെ RTO ഓഫീസിലെത്തിയതായിരുന്നു. അവിടെ ഞാൻ RTO കണ്ട് പരാതി കൊടുത്തു. ഞാനൊരു ഏകദേശം ഒരു 10:50 ആയപ്പോഴത്തേക്ക് താഴെ വന്നപ്പം ആ RTO ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിൽ സാധാരണ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി ഇട്ടിരിക്കുമായിരുന്നു. എൻ്റെ കാറ് ഞാൻ അവിടെ ഇട്ടിരിക്കുമായിരുന്നു. അതിന് നേരെ ഫ്രണ്ടിലായിട്ട് ക്രോസ് ചെയ്ത് 2-3 വണ്ടികൾക്ക് ക്രോസ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കാർ, അത് അഡ്വക്കേറ്റ് ആണോ എന്ന് നമുക്കറിയില്ല, ഇദ്ദേഹത്തിൻ്റെ കാർ അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ എൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനോട് പോയി പറയുന്ന സമയത്ത് ഇദ്ദേഹം യൂണിഫോമിലല്ലായിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് വണ്ടി ഒന്ന് എടുത്ത് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യാതെ ഈ അഡ്വക്കേറ്റ് പിന്നെ കോട്ട് എടുത്തിട്ട്, അപ്പം വിചാരിച്ചു കോട്ട് എടുത്തിട്ടതിന് ശേഷം മുന്നിലോട്ടൊന്ന് മൂവ് ചെയ്ത് തരുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം നമ്മൾ അങ്ങോട്ട് ഇയാൾ കോട്ടും എടുത്തിട്ടിട്ട് അപ്പം ഞാൻ കാറിനകത്ത് ഇരിക്കുക. ഇദ്ദേഹം പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാതെ ഇയാൾ തിരിഞ്ഞോടി, കോടതിയിലേക്ക് ഓടിയപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയതാക്കാന്ന് വെച്ചാൽ പറഞ്ഞു, ഇവരിങ്ങനെ എന്തോ പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ചാവി ഒഴിച്ചുകൊണ്ട് വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ, ഹോളി ക്രോസിൽ എത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിയപ്പം ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഇയാൾ കുറച്ചുകൂടെ സ്പീഡ്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്തിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ അയാൾ അങ്ങോട്ട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ചാവി സാറേ ഒന്ന് മാറ്റി തരുമോ സാറെന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നെ തിരിഞ്ഞൊരു രൂക്ഷമായിട്ട് നോക്കി. എനിക്ക് അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്ക് അയാളെക്കുറിച്ച് അയാളും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു, സാറേ ചാവി എങ്കിലും തരൂ സാർ, എനിക്ക് അത്ര അത്യാവശ്യമാണ്, എനിക്ക് 12:30 ഡോക്ടറുടെ സമയം കഴിയും, ഹോളി ക്രോസിൽ എത്തേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവർ പറയാ, പിന്നെ ഇവിടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ നിയമം തന്നെ, ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കോടതിയുടെ അകത്തേക്ക് അങ്ങ് ഓടിക്കയറിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോഴും അവരെന്തോ, എനിക്ക് പിന്നെ കോടതിക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ, കാരണം ഞാൻ വാദിയല്ല പ്രതിയല്ല കക്ഷിയല്ല ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാമല്ലോ, 11:30 മണി സമയം കഴിയുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇവർ വരുന്നതും കാത്ത് അവിടെ കാറിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പം അവിടെ വന്ന് ഒരു മനുഷ്യർ ഇങ്ങനെ നിൽക്കുന്നത് എന്താ, നിങ്ങളിവിടെ പറ്റുപോയി, ഞാൻ നടുവിന് കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു മനുഷ്യരും ചോദിച്ചില്ല. അവിടെ ഒരുപാട് വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്, അവരെ സഹപ്രവർത്തകരെ എന്താണൊരു കാര്യം എന്ന് അവർ ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഇദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, സാറേ നിങ്ങളടുത്തല്ലേ ഞങ്ങൾ കാറ് മാറ്റിത്തരാൻ പറഞ്ഞു, എന്താ സാറേ നിങ്ങൾ ഈ കാണിച്ചെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് ഒരു തെറിയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് മനസ്സില്ലായിരുന്നു കാറ് മാറ്റാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും അയാളൊരു തെറിയും വിളിച്ച് പറയുമ്പം ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രകോപം നമുക്കും ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളുണ്ടായി. ഓക്കെ, ഞാൻ പിന്നെ പിടിച്ചു. എന്നെ മോശമായിട്ട് പെരുമാറി, എന്നെ മോശമായിട്ട് തെറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഞാനായിട്ട് മോശമായിട്ട് ആരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ശേഷം പുള്ളി ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഇപ്പം അഡ്മിറ്റായി കിടക്കുന്ന പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ് ഓടി വന്ന് പുള്ളിയെ തള്ളി പിടിച്ചൊരറ്റ അടി. അപ്പോൾ പുള്ളി അവിടെ കിടന്ന് കുറേ ബൈക്കുകളുടെ മണ്ടയിൽ ചെന്നു, ഫോണും താക്കോലും ഒക്കെ പുള്ളിയുടെ തെറിച്ചു പോയി. ഇവർ തമ്മിൽ ഭയങ്കര അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ആ സമയത്ത് ഇദ്ദേഹത്തിന് കാണാൻ തന്നെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾ എന്തെങ്കിലും അടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ വക്കീലെല്ലാം അവരോട് പറഞ്ഞു, ഇവനെ അടിച്ച് കൊല്ലണോടാ, ഇവൻ ഇവിടെ വന്ന് നമ്മുടെ വക്കീലന്മാരെ തട്ടകത്തി വന്ന് കളിക്കുന്നോ, വരുത്തന്മാർക്ക് ഇവിടെ എന്താ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ദീഖിനെ അവർ തലങ്ങും വിലങ്ങും അടിച്ചു. അപ്പോൾ എന്തായാലും ഒരാൾക്ക് അവരെല്ലാം ഒറ്റക്കെട്ടായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് അപ്പം പറഞ്ഞ് യൂണിഫോം ഇട്ട ആളിനെ, അതായത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. അതിലൊരു വക്കീൽ, എനിക്കറിയാം കണ്ട നല്ലപോലെ എനിക്കറിയാം, അയാളെ ഓടി വന്ന് എൻ്റെ ഫോണും തട്ടിപ്പറിച്ചിട്ട് എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവം അയാൾ ഉപദ്രവിച്ചു. അയാൾ കിട്ടിയ അവസരം മുതലാക്കി. പക്ഷേ അതെനിക്ക് എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾ ശാരീരികമായി എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും. അങ്ങനെ ഞാൻ പ്രതികരിച്ച സ്ഥിതിക്ക് ഞാൻ അയാളെ കണ്ണാടി പോയി പിടിച്ച് വലിച്ചു. എന്നെ ഉപദ്രവിച്ചതിന് ശേഷമാണ്. അതുവരെ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ പോലീസിനെ വിളിയെന്ന് ഞാൻ പറഞ്ഞോളൂ, കാരണം ഇത് ഒരാളെ പടഞ്ഞിട്ട് ആക്രമിച്ച ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ഇവരാരും പിടിച്ചു മാറ്റാൻ കഴിയില്ല. ആ കോടതി മുമ്പ് ഇരിക്കുന്ന ആൾക്കാരെല്ലാം വക്കീലന്മാരെല്ലാം അവരുടെ സൈഡാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സഹപ്രവർത്തകരെ കൂടെ നിന്നോളൂ, കുഴപ്പമില്ല, നിങ്ങളത് കേസ് ചാർജ് ചെയ്തോളൂ, ഞങ്ങൾക്കത് കുഴപ്പമില്ല, ഞങ്ങളത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മാർഗ്ഗങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഇവിടെ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അവിടെ പറ്റത്തില്ല, പോലീസും കോടതി നിയമമൊക്കെ നമ്മുടെയാന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നോ ഒരു പോലീസുകാർ അവിടെ വന്നപ്പോഴാണ്
ഈ പ്രോബ്ലംസിൽ ഇതിങ്ങനെ ഇതുണ്ടായത്. അപ്പോൾ ആ സമയത്തുള്ള അവർ സിദ്ദീഖിനെ തറയിലിട്ട് ചവിട്ടി, പിന്നെ നെഞ്ചത്തിടിച്ചു. സിദ്ദീഖിൻ്റെ കാലിൽ കമ്പിയുള്ളതാണ്. സിദ്ദീഖ് എൻ്റെ ഒരു ഡ്രൈവറാണ്. അപ്പോൾ എന്നെ കൊണ്ടുവരുമ്പോൾ എന്നെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളത് സിദ്ദീഖിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അസഭ്യം പറഞ്ഞ ഒരാൾ, ഒരു വക്കീൽ, അതും അത്രയും പേരും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സിദ്ദീഖിനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും അവർ സിദ്ദീഖിനെ ഇത്രത്തോളം അടിച്ച് അയാൾ സിദ്ദീഖിനെ മറന്ന് ഒരുപാട് അങ്ങ് അവശനാക്കി. അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എനിക്ക് പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അയാൾ അസഭ്യം പറഞ്ഞു. എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പ്രതികരിച്ചു. അവർ നിയമവും വ്യവസ്ഥയും പാലിക്കുന്നവരാണെങ്കിൽ അവരെന്തായാലും തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണമായിരുന്നത്, മീഡിയക്കാരെ വിളിച്ചു വരുത്തുകയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യണം. അല്ലാതെ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയെ എടുത്തിട്ട് അടിക്കുക അല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇതേ എനിക്ക് പറയാനുണ്ടായിരുന്നു. അവർ കിട്ടിയ അവസരം, അതായത് എന്നിട്ട് അവിടെ നിന്നൊരു ലേഡി വക്കീൽ പറഞ്ഞു കൊടുക്കുക, ഇവളാണ് ഇതിനെല്ലാത്തിനും കാരണം, ഇവളാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവളെ ആദ്യം ഉപദ്രവിച്ച് കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് അവിടെ നിന്ന് വക്കീലന്മാർ. ഇതൊക്കെ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് ആരുടെ പേരറിയത്തില്ല. എന്നായാലും ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞ് ഇവൾ പുറത്തിറങ്ങുമല്ലോ, ഇവളെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും, ഇവളെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കും, ഞങ്ങൾക്ക് ഇവങ്ങൾ പുറത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ ഒരുമാതിരി ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് പോലീസ് കേസാക്കാതെ എങ്ങനെ ഇരിക്കും? എനിക്ക് എൻ്റെ സെക്യൂരിറ്റി നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്നത്. അപ്പോൾ അവരും അത് പ്രശ്നം ഉണ്ടാക്കി. അവർക്ക് പിന്നെ വക്കീലന്മാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ നിയമങ്ങളൊക്കെ അറിയായിരിക്കും. നമുക്ക് നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആക്രമിച്ചു. അതെ, തീർച്ചയായിട്ടും ആക്രമിച്ചു. അതുകൊണ്ടാണല്ലോ എനിക്ക് പരാതി വന്നത്. ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ CCTV ഉണ്ട്, ഗവൺമെൻറ് ഓഫീസിനകത്തെല്ലാം CCTV ഉണ്ട്. നിങ്ങൾ CCTV എടുത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള നടപടികൾ ചെയ്യൂ. നിങ്ങൾ നിയമം കയ്യിലെടുക്കല്ലേ. ഇവർ പറഞ്ഞെന്താണ്, യൂണിഫോം ഇരുന്ന ഒരാളെ ഞാൻ ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുന്ന ഒരാളെ, യൂണിഫോം ഇരുന്ന ഒരാളെ ഉപദ്രവിച്ചെങ്കിൽ അവർ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്കാണ് പോകേണ്ടത്. അല്ലാതെ അവരൊരിക്കലും ഇങ്ങനെ ഒരാളെ അടിക്കുകയല്ല ചെയ്യേണ്ടത്. സിദ്ദീഖിന് ഈ സമയത്ത് എന്തെങ്കിലും, അതായത് അയാളെ ജീവൻ അപായം എന്ന് വെച്ചാൽ ആ കൊല്ലം കോടതിയിൽ എത്രത്തോളം വക്കീലന്മാരുണ്ടെന്നും അവരുടെ ഗുമസ്തന്മാരുണ്ടെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഇവരിങ്ങനെ ഇത്രയും പേരും കൂടെ ചേർന്നാക്കി സിദ്ദീഖിന് ജീവന് ആപത്ത് സംഭവിച്ചാൽ ഇവരെന്തിന് സമാധാനം പറയുമായിരുന്നു? ഒരു അടിയുടെ പേരിൽ ഇവരെന്ത് സമാധാനം പറയുമായിരുന്നു? അതിന് സമാധാനം ഞാൻ പറയണ്ട അവരുടെ വീട്ടുകാരോട്. ഫിസിക്കലി അവർ അതിന് ആ സമയത്ത് അവരെന്ത് ചെയ്തത്? ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരി, ഞാനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാൽ അവരെന്തിനാ എന്നെ ഫിസിക്കലി ഉപദ്രവിക്കുന്നത്? അവർക്ക് എന്നെ കുറിച്ച് കംപ്ലൈൻറ്റ്, ആസ് എ ലേഡി എന്ന നിലയ്ക്ക് അവരെന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവരെന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരണമായിരുന്നു. അവർക്ക് എന്നെ സ്റ്റേഷനിൽ നിന്ന് അവർ എന്നെ ഡീറ്റെയിൽസ് എടുക്കണമായിരുന്നു. അതല്ലേ അവർ ചെയ്യേണ്ടിരുന്നത്? അവരൊരു നിയമപാലകരല്ലേ, വക്കീലല്ലേ, അല്ലാതെ അവർ വെറും സാധാരണ. എൻ്റെ പേര് ഷമീന.